കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ ലോകത്ത്, നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തുമുണ്ട്. എനിക്കിത് പറയാനുള്ളത്, വേടൻ്റെ കയ്യിൽ നിന്ന് 5 ഗ്രാമോ 6 ഗ്രാമോ എന്ന് പറയുന്ന കഞ്ചാവാണ് പിടിക്കപ്പെട്ടത്. എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലും സ്വമേധ ജാമ്യം എടുത്തിട്ടാവുന്ന ഒരു കേസ്. ഞാൻ ചോട്ടെ, ഇവിടുത്തെ എക്സൈസുകാർ ഇത് വലിയ തിമിംഗലങ്ങളെ ഇവർ പിടിക്കാറുണ്ട്. അതിന് ഇത് കേസ് നിലനിൽക്കില്ല എന്ന് കണ്ടപ്പം വേടനെതിരെ ഇപ്പോൾ അവർ ചെയ്തേക്കുന്നത് വന്യജീവി ആക്ട് പ്രകാരം പുലിനഖം അല്ലെങ്കിൽ പുലിപ്പല്ല് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് വന്യജീവി ആക്ട് പ്രകാരം പുള്ളിക്കാരനെതിരെ കേസെടുത്തേക്കുന്നത്. അങ്ങനെ ലാലേട്ടനെതിരെ കേസെടുത്തില്ലേ? ലാലേട്ടനെതിരെ ആനക്കൊമ്പ് വെച്ചെന്ന് പറഞ്ഞ കേസില്ലേ? അപ്പൊ ലാലേട്ടൻ എന്താ കോടതി പറഞ്ഞത്? ഹൈക്കോടതിയിൽ എന്താ പറഞ്ഞത്? ഞാൻ ആനയെ കൊന്നിട്ടല്ല, ഞാനിത് മേടിച്ചേക്കെന്ന് പറഞ്ഞു. ഞാൻ വേറെ വ്യക്തിയുടെ മേടിച്ചേ. അപ്പൊ അതുപോലെ വേടനും ആയിക്കൂടെ, വേടന്റെ ആരാധന കൊണ്ടിട്ട് ആയിക്കൂടെ? അപ്പൊ അങ്ങനെയാണ് അവൻ കൊല്ലുന്നത്. ഇത് സാധാരണപ്പെട്ട അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന താഴെ കണ്ടിട്ടുള്ള ജാതിക്കാർക്ക് മാത്രമാണോ ഈ നിയമങ്ങളൊക്കെ ഉള്ളത്? മേൽത്തട്ടുള്ളവർക്കൊന്നും ഈ നിയമം ഇല്ലേ? അല്ല, എന്റെ ചോദ്യം അതാണ്. എന്ന് പറഞ്ഞോളൂ. ഇവിടെ നിങ്ങൾക്ക് പറയാം, 2 പേർക്ക് 2 നിയമമാണ്. അങ്ങനെയാണ്. കാശുള്ളവരും ജാതീയമായി മുന്നിട്ട് നിൽക്കുന്നവരും ഒരു നിയമം, സാമ്പത്തികമില്ലാതെയും താഴെ കണ്ടിട്ടുള്ളവർക്ക് മറ്റൊരു നിയമം. അതാണ് ഇവിടെ നടക്കുന്നത്. ആ നിയമമാണ് ഇന്ത്യയിലുള്ളത്. എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വേടനെ സപ്പോർട്ട് ചെയ്യുന്നു.